പണ്ട് പണ്ടൊരു വെള്ളിക്കപ്പൽ തുള്ളി തുള്ളി അടുത്തു. കോഴിക്കോട്ടെ സാമൂതിരിയുടെ കോട്ടവാതിലിന് മുൻപിൽ വാസ്കോഡ ഗാമ വാലാട്ടിയാട്ടി നിന്നു. പിന്നെ വാളാട്ടിയാട്ടി നിന്നു. പിന്നീട് അത് നമ്മുടെ പെണ്ണും പൊന്നും ഗവറും കൊണ്ടുപോയി. സാമാജിക ചൂഷണത്തിനെതിരെ നടത്തിയ പോരാട്ട വീര്യത്തിന്റെ ഓർമ്മക്കുറിപ്പിലേക്ക് ഇതാ ഒരു ചരിത്ര വായന. ജന്മിത്വത്തിനെതിരായും നടത്തിയിട്ടുണ്ടെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അടയാളപ്പെടുത്താതെ പോയതെത്രയോ ഏറെയും. മലബാർ കലാപത്തെക്കുറിച്ച് ഒരെത്തിനോട്ടം. 1921 ഓഗസ്റ്റ് 21 മുതൽ 6 മാസം അന്നത്തെ മലബാർ ജില്ലയിലെ കോഴിക്കോട്, പൊന്നാനി, ഏറനാട്, വള്ളുവനാട് കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷ് ജന്മനാടുവാഴ്ചക്കെതിരെ നടന്ന സന്ധിയില്ലാ യുദ്ധം. ആനി ബസന്റ് അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്ത 1920 ഏപ്രിൽ മാസത്തിലെ കോൺഗ്രസിൻ്റെ മഞ്ചേരി സമ്മേളനത്തിൽ വച്ചാണ് മലബാറിൽ കോൺഗ്രസ് ഖിലാഫത്ത് പ്രസ്ഥാനം സജീവമാക്കാൻ തീരുമാനിക്കുന്നത്. 1920 ഓഗസ്റ്റ് 18 മൗലാന ഷൗക്കത്ത് അലിയും ഗാന്ധിജിയും കോഴിക്കോട് കടപ്പുറത്ത് പ്രസംഗിക്കുന്നതോടെ നിസ്സഹകരണ പ്രസ്ഥാനവും ഖിലാഫത്ത് പ്രസ്ഥാനവും മലബാറിൻ്റെ ആവേശമായി മാറുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെയും നിസ്സഹകരണ സമരത്തിൻ്റെയും പ്രചാരണത്തിനു വേണ്ടി രാജ്യത്താകമാനം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഗാന്ധിജി അന്നാളുകളിൽ. മൗലാന അബ്ദുൽ കലാം ആസാദോ അലി സഹോദരന്മാരിൽ ആരെങ്കിലും ഒരാളോ ഈ യാത്രകളിൽ ഗാന്ധിജിയെ അനുഗമിച്ചിരുന്നു. കോഴിക്കോട്ട് വന്നപ്പോൾ മൗലാന ഷൗക്കത്ത് അലിയായിരുന്നു കൂടെ. ഉച്ചയ്ക്ക് 2:30 കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. വമ്പിച്ച ജനക്കൂട്ടം കാത്തുനിന്നു. 500ഓളം പ്രവർത്തകർ സംബന്ധിച്ച നേതൃസമ്മേളനം. ശേഷം വൈകുന്നേരം 6:30 കടപ്പുറത്ത് 20,000-ലധികം ആളുകൾ പങ്കെടുത്ത പൊതുസമ്മേളനം. Law and the lawgiver are one. I may not deny the law or the lawgiver because I know so little about it or him. വേദിയിൽ വെച്ച് കെ രാവുണ്ണി മേനോൻ 2500 രൂപയുള്ള പണക്കിഴി ഖിലാഫത്ത് നിധിക്കു വേണ്ടി ഗാന്ധിജിക്ക് സമ്മാനിച്ചു. കെ മാധവൻ നായരാണ് ഗാന്ധിജിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത്. കോഴിക്കോട്ടെ പ്രസംഗശേഷം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും താനും തമ്മിൽ ദീർഘനേരം സംസാരിച്ചുവെന്ന് ഖിലാഫത്ത് സമരത്തിൻ്റെ പേരിൽ പിന്നീട് ശിക്ഷിക്കപ്പെട്ട MP നാരായണ മേനോൻ രേഖപ്പെടുത്തുന്നു. 5 തവണ കേരളം സന്ദർശിച്ച ഗാന്ധിജിയുടെ ആദ്യ സന്ദർശനമായിരുന്നു അത്. ലോകത്തിൻ്റെ 4/1 ഭാഗവും അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ യുദ്ധം ചെയ്ത് മലയാള രാജ്യം എന്ന സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിച്ച വാരിയം കുന്നൻ മലബാറിൻ്റെ ധീരതയുടെ അത്ഭുത പ്രതീകമാണ്. അദ്ദേഹം തൻ്റെ രാജ്യത്തിന് മലയാള രാജ്യമെന്നായിരുന്നു പേരു നൽകിയത്. ഈ പ്രദേശത്ത് ജീവിച്ച മലയാളം സംസാരിക്കുന്ന മുഴുവൻ ആളുകളെയും പ്രതിനിധീകരിച്ചുകൊണ്ടാണ് സാമ്രാജ്യത്വ വിരുദ്ധ സവർണ മേൽക്കോയ്മ വിരുദ്ധ സമരം അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തിനെതിരെ നടന്ന പ്രചാരവേലകളെ തുറന്നുകാട്ടി അന്ന് അദ്ദേഹം ഹിന്ദു പത്രത്തിനെഴുതിയ കത്തിൽ ഇങ്ങനെ പറയുന്നു: സാമുദായിക മൈത്രിക്ക് കോട്ടം തട്ടുന്ന രീതിയിൽ ആരെങ്കിലും പെരുമാറിയാൽ, ഏതെങ്കിലും വീട് കൊള്ളയടിച്ചാൽ അവരായാലും ശരി, അവരെ കർക്കശമായി ശിക്ഷിക്കുന്ന രീതിയാണ് ഞങ്ങൾ പിന്തുടരുന്നത്. സാമുദായിക മൈത്രിക്ക് ഞങ്ങൾ കാവൽ നിൽക്കും. മഞ്ചേരിയും നിലമ്പൂരും തെക്ക് ഒറ്റപ്പാലവും മണ്ണാർക്കാടും അടങ്ങുന്ന മലയാള രാജ്യത്തിൻ്റെ തലസ്ഥാനം തിരൂരങ്ങാടിയും നിലമ്പൂരുമായിരുന്നു. 30 രാഷ്ട്രങ്ങളിലായി വ്യാപിച്ചു കിടന്നിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്നും ജനകീയ സായുധ പോരാട്ടത്തിലൂടെ സ്വയംഭരണം നടത്തിയ ആദ്യത്തേതും അവസാനത്തേതുമായ ദേശമായിരുന്നു മലയാള രാജ്യം. നമ്മളുടെ കാശ് വാങ്ങി ഇംഗ്ലണ്ടിലേക്ക് അയക്കുവാൻ സമ്മതിക്കില്ലെന്നാണ് ഏതുവേറ്റുകൊണ്ടുവാൻ. മലബാർ കലാപത്തിന്റെ കാരണങ്ങളെ കവി കമ്പളത്ത് ഗോവിന്ദനാഥ് വിവരിക്കുകയാണ് ഈ വരികളിലൂടെ. 1944 ഒരു ഞായറാഴ്ച കൊണ്ടോട്ടി പുളിക്കലിൽ നിന്നും വള്ളുവാമ്പത്തേക്ക് ഒരു ജാഥാ പ്രയാണം. 1921 ബ്രിട്ടീഷ് വിരുദ്ധ പോരാളികളെ കൂട്ടപ്പ
ബ്രിട്ടീഷ് മേധാവി ഹിച്ച്കോക്കിന്റെ പ്രതിമ തകർക്കുകയാണ് ലക്ഷ്യം. പടപ്പാട്ടുമായി ജാഥ നയിക്കുന്നത് കമ്പളത്ത് ഗോവിന്ദൻ നായർ. കൂടെയുള്ളത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും AK-ജിയും. മലബാർ സമരത്തെ വർഗീയതയുടെ പുതപ്പിട്ട് മൂടി മറക്കാൻ ശ്രമിക്കുമ്പോൾ ഓർക്കാതെ പോകരുത് കമ്പളത്തിൻ്റെ വരികളും ധീരമായ നിലപാടുകളും. കവിത എഴുതിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടു. അത് പ്രസിദ്ധീകരിച്ച ദേശാഭിമാനി വാരിക കണ്ടുകെട്ടപ്പെട്ടു. 1921 നവംബർ 10 മലബാർ ഉണർന്നത് മനുഷ്യ മനസ്സാക്ഷിയെ ലഭിച്ച ആഘാതഘട്ടമാണ്. മലബാറിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പിടികൂടിയ മാപ്പിള വിപ്ലവകാരികളെ ബെല്ലാരി ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് തിരൂരിൽ നിന്നും കോയമ്പത്തൂർ വഴി പോത്തന്നൂരിലേക്ക് പോകുന്ന വായു കടക്കാത്ത ഗുഡ്സ് വാഗണിൽ തിരിച്ചു. രാവിലെ 7 മണിക്ക് തിരൂരിൽ നിന്നും പുറപ്പെട്ട ട്രെയിൻ 12 മണിക്ക് പോത്തന്നൂരിലേക്ക് പോയിട്ട് 64 പേർ വായുവും വെള്ളവും ഒരു ശ്വാസം പോലും ലഭിക്കാതെ അതിനകത്ത് പിടഞ്ഞു മരിച്ചു. പ്രസിദ്ധമായ രാജസ്ഥാനിൽ മലബാർ സ്വതന്ത്ര സമര ചരിത്രത്തിലെ പുരോഗതിയുമായി ഇനിയും എത്രയെത്ര സമര പോരാട്ടങ്ങൾ, പൂക്കോട്ടൂർ തോക്കുകേസ്, അലി മുസ്ലിയാരുടെ വീരോതിഹാസങ്ങൾ, തിരൂരങ്ങാടി മാപുറവും കേന്ദ്രീകരിച്ച് നടന്ന ഒട്ടേറെ ഐതിഹാസിക സംഭവ പരമ്പരകൾ, ഇതെല്ലാം കോർത്തിണക്കിയതാണ് മലബാറിന്റെ പോരാട്ട ചരിത്രം. വെള്ളക്കാരുടെ അധിനിവേശത്തിനെതിരെ ചോര ചിന്തിയ ആയിരങ്ങൾ, പേരോ മുഖമോ ഇല്ലാത്തവർ, സ്വതന്ത്രഭൂവിലെ സാധാരണക്കാർ, രക്തസാക്ഷികൾ. ഓർമ്മകളുടെ കടലിരക്കം ആരംഭിക്കേണ്ടത് ഇവരിൽ നിന്നാണ്. ഈ രാജ്യം ഇന്ത്യക്കാരുടേതെന്ന് നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രപിതാവ്, ആദ്യ പ്രധാനമന്ത്രി, ഭരണഘടനാ ശില്പി. മീററ്റിലെ ആദ്യ സ്വാതന്ത്ര്യ സമരത്തിനു മുൻപേ കുണ്ടറ വിളംബരത്തിലൂടെ വെള്ളക്കാരുടെ കയ്യൂക്കിനുമേൽ കലഹധ്വനി ഉയർത്തിയ വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്ന വേലുത്തമ്പി, തിരുവിതാംകൂറിന്റെ ദളവ, പോരാളികളുടെ പോരാളി നേതാജി. സ്വാതന്ത്ര്യദാഹികൾ ഇനിയുമുണ്ട് പതിനായിരങ്ങൾ. ഈ കൊടിയിൽ നാം തുന്നിച്ചേർത്ത ആത്മാഭിമാനത്തിന്റെ കാവൽക്കാർ. ചെറുതും വലുതുമായ ഒട്ടനവധി സംഭവ വികാസങ്ങളിലൂടെയാണ് ഇന്ത്യ ഇവിടം വരെ എത്തി നിൽക്കുന്നത്. യാത്ര തുടരുന്നത് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. വാസ്കോഡിഗാമയ്ക്ക് പിന്നാലെ ഡച്ചുകാരും ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും കച്ചവട കണ്ണുമായി നമ്മുടെ നാട്ടിലെത്തി. കച്ചവടത്തിനായി റോയൽ ചാർട്ടർ പ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചു. കച്ചവടത്തിന് കിട്ടിയ അനുമതിയുടെ പേരിൽ കൽക്കട്ടയിൽ കോട്ട പണിയാൻ തുടങ്ങി. ഇന്ത്യൻ ചരക്കുകൾക്ക് നികുതി ചുമത്താനും. ബംഗാൾ നവാബായിരുന്ന സിറാജുദ്ദൗളയ്ക്ക് ഇത് സഹിച്ചില്ല. 1757 പ്ലാസിയിൽ വെച്ച് സിറാജുദ്ദൗളയുടെ സേനയും ബ്രിട്ടീഷ് സേനയുമായി ഏറ്റുമുട്ടി. ദൗള മരിച്ചു. പിന്നാലെ ബ്രിട്ടൻ സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിച്ചു. അവിടെ നിന്ന് വീര്യത്തിന്റെയും സഹനത്തിന്റെയും സമരപാതയിൽ രാജ്യം നടന്നു നീങ്ങി തുടങ്ങി. ആ യാത്രയിലെ പ്രധാന സർവേ കല്ലുകൾ കണ്ടുവരാം. എല്ലാമല്ല, പ്രധാനപ്പെട്ട ചിലത്. ബ്രിട്ടീഷ് മേൽക്കോയ്മയ്ക്കെതിരെയുള്ള ആദ്യ സമ്പൂർണ്ണ ചെറുത്തുനിൽപ്പിന് 1757 മെയ് 10 ബംഗാളിലെ ബാരക്പൂരിലെ പട്ടാള ക്യാമ്പിൽ നിന്ന് തുടക്കം. ബ്രിട്ടീഷുകാർ ശിപ്പായികളെന്ന് പരിഹസിച്ചു. തിരകൾ പൊതിയാൻ ഉപയോഗിക്കുന്ന കടലാസ് പന്നിയുടെയും പശുവിന്റെയും കൊഴുപ്പ് ഉപയോഗിച്ചതാണ് എന്ന വാർത്തയായിരുന്നു പ്രകോപനം. 1855 കോൺഗ്രസ് രൂപീകരണം. AOU സ്ഥാപിച്ച പാർട്ടിയുടെ അധ്യക്ഷനായത് WC ബാനർജി. ആദ്യ യോഗം ഡിസംബർ 28 മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന തന്ത്രവുമായി കൈസൺ പ്രഭു 1905 ബംഗാൾ വിഭജിക്കുന്നു. 1919 തീവ്രവാദിയെന്ന് സംശയിക്കുന്ന ആരെയും ഒരു വിചാരണയില്ലാതെ 2 വർഷം തടവിലിടാൻ അധികാരം നൽകുന്ന റൗലാത്ത് നിയമം നിലവിൽ വരുന്നു. വ്യാപക പ്രതിഷേധം ഉയർത്തിയിട്ടും 1922 വരെ നിയമം തുടരുന്നു. വിജയിച്ച ഒരു സമരം കാണുന്നത് 1917 കർഷകർക്ക് വേണ്ടിയുള്ള ചമ്പാരൻ സമരത്തിന് പിന്നാലെ നിയമത്തിൽ മാറ്റം വരുത്തുകയും ഗാന്ധിജിയെ വരെ ഉൾപ്പെടുത്തി പുതിയ കമ്മീഷൻ രൂപീകരിക്കുകയും ചെയ്തു.
1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗിൽ മരിച്ചത് 379 പേരെന്ന് ബ്രിട്ടൻ. അനൌദ്യോഗിക കണക്കനുസരിച്ച് പക്ഷേ മരിച്ചത് 1800-ലേറെ പേർ. 1920ഓടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെ സ്വാതന്ത്ര്യ സമരത്തിന് വേറൊരു മുഖം കൈവരുന്നു. വിദേശ വസ്ത്ര ബഹിഷ്കരണവും പദവികളും ബഹുമതികളും തിരിച്ചു നൽകലും നികുതി അടക്കാതിരിക്കലും ഒക്കെയായിരുന്നു സമരരീതികൾ. 1922 വരെയും തുടർന്ന സമരം അവസാനിപ്പിക്കാൻ ഇടയായത് ചൗരി ചൗര സംഭവം. ഫെബ്രുവരി 25-ന് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച ജനക്കൂട്ടം തീവച്ച് 22 പേർ മരിച്ചു. പ്രകടനത്തിന് നേരെ പോലീസ് നടത്തിയ വെടിവെപ്പിൽ പ്രതിഷേധിച്ചായിരുന്നു ജനക്കൂട്ടം അക്രമാസക്തമായത്. അഹിംസയുടെ സഹനത്തിന്റെയും സമരപാതയിൽ നിന്ന് വിട്ടുപോയതിൽ ദുഃഖിതനായ ഗാന്ധിജി നിസ്സഹകരണം അവസാനിപ്പിച്ചു. ഭരണ സംവിധാനത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനിൽ ഒരു ഇന്ത്യക്കാരൻ പോലും ഇല്ലാത്തതിനാലാണ് പ്രതിഷേധമിരമ്പിയത്. അധികാരത്തിന്റെ മുമ്പ് നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ അടിയോറം പറഞ്ഞ കാഴ്ചയാണ് 1928-ൽ ബർദോളിൽ കണ്ടത്. നികുതി വർധനയ്ക്കെതിരെ കർഷകരെ നയിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ. നികുതി അടക്കില്ലെന്ന് പറഞ്ഞവരുടെ ഭൂമി പിടിച്ചെടുത്തത് വെറുതെയായി. ആരും വാങ്ങാൻ വന്നില്ല. സമരത്തിനൊടുവിൽ നികുതി വർധന കുറച്ചു. കണ്ടുകെട്ടിയ ഭൂമി തിരിച്ചു നൽകി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതീകങ്ങളിൽ ഒന്നാണ് 1930 മാർച്ച് 12 മുതൽ ഏപ്രിൽ 6 വരെ നടന്ന ദണ്ഡി യാത്ര. സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡിയിലേക്ക് കാൽനടയായി എത്തിയ ഗാന്ധിജിയും അനുയായികളും ഉപ്പുകുറുക്കി നിയമം ലംഘിച്ചു. ബ്രിട്ടീഷുകാർ വിട്ടുപോകണം എന്നതായിരുന്നു 1942-ൽ ഉയർത്തിയ സമരമുദ്രാവാക്യം. ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം രാജ്യത്തെങ്ങും അലയടിച്ചു. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ഒരു നാടിന്റെ സമരം ഒടുവിൽ ലക്ഷ്യത്തിലേക്കുള്ള അവസാന പദത്തിലെത്തി. അധികാര കൈമാറ്റം ചർച്ച ചെയ്യാൻ 1946 മാർച്ചിൽ ക്യാബിനറ്റ് മിഷൻ രൂപീകരിച്ചു. അവസാന വൈസ്രോയി എന്ന നിയോഗവുമായി മൗണ്ട് ബാറ്റൻ വിവിധ കക്ഷി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം 1947 ജൂൺ 3-ന് മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രഖ്യാപിച്ചു. ജൂലൈയിൽ ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രഖ്യാപിച്ചു. മൗണ്ട് ബാറ്റൻ ആദ്യത്തെ ഗവർണർ ജനറലായി. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയും. സമാനതകളില്ലാത്ത സമരപരിപാടികളും സഹനത്തിനുമൊടുവിൽ കിട്ടിയ സ്വാതന്ത്ര്യലബ്ധിയുടെ വാർഷികത്തിന്റെ അഭിമാനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം മുന്നോട്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ ഏതെങ്കിലും ഒരു ധാരയിലേക്ക് ഒതുക്കാനാവില്ല. സാംസ്കാരിക ബഹുത്വത്തിന്റെ വ്യത്യസ്ത പ്രവാഹങ്ങൾ ഒഴുകിയെത്തി സമരങ്ങളുടെ മഹാസമുദ്രം തീർക്കുകയായിരുന്നു. ചിതറിക്കിടന്ന സ്വാതന്ത്ര്യദാഹത്തെ ഒരേ വഴിക്കൊഴുക്കി അഹിംസയും നിസ്സഹകരണവും സത്യാഗ്രഹവും ആയുധമാക്കി നമ്മുടെ രാഷ്ട്രശില്പികൾ ഈ നാടിനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയായിരുന്നു. ആ ചരിത്രാന്വേഷണങ്ങളിലേക്ക് അങ്ങനെ ഓഗസ്റ്റ് 14 അർദ്ധരാത്രി 11 മണിക്ക് പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ അധികാര കൈമാറ്റ ചടങ്ങുകൾ ആരംഭിച്ചു. Now the time comes when we shall redeem our pledge, not wholly or in full measure, but very substantially. At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom. ലോകം നിദ്രയിലാണിരിക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് ഉണരുകയാണ്. രാത്രി 12 മണിക്ക് നെഹ്റു പ്രഖ്യാപിച്ചു. ജനം തടിച്ചുകൂടി. പുലരും വരെ ആഘോഷങ്ങൾ നീണ്ടു. ഓഗസ്റ്റ് 15 രാവിലെ 8:30 ഗവർണർ ജനറലായി അന്നുവരെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൻ ചുമതലയേറ്റു. പിന്നീട് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ. ജവഹർലാൽ നെഹ്റു ഉൾപ്പെടുന്ന 13 മന്ത്രിമാർ, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഡോക്ടർ BR അംബേദ്കർ, RK ഷൺമുഖൻ ചെട്ടി, സർദാർ വല്ലഭായ് പട്ടേൽ, ശ്യാമപ്രസാദ് മുഖർജി ഉൾപ്പെടുന്ന മന്ത്രിസഭ
രാത്രി ഇന്ത്യ ഗേറ്റിലെ പതാക ഉയർത്തലും വെടിക്കെട്ടുമായാണ് ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യദിനം സമാപിച്ചത്. നീണ്ട പോരാട്ടങ്ങൾക്കു ശേഷം 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് പുലർന്നു. നെഹ്റു പ്രധാനമന്ത്രിയായി. ജാതിയാണ് ഇന്ത്യയുടെ ശാപമെന്ന തിരിച്ചറിവ് അന്നേയുണ്ടായിരുന്ന അംബേദ്കറുടെ നേതൃത്വത്തിൽ രാജ്യത്തിന് ഭരണഘടനയൊരുങ്ങി. ഇന്ത്യ റിപ്പബ്ലിക്കായി. രാജ്യത്തിൻ്റെ ഹൃദയം മുറിച്ച കലാപങ്ങളുടെ മുറിവുണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാർക്ക് മുൻപിൽ വീഴാത്ത ഗാന്ധി ഹേ റാം എന്നൊരു നിലവിളിയുമായി ഗോഡ്സെയുടെ തോക്കിനു മുന്നിൽ വീണു. നെഹ്റു പോയി. ശാസ്ത്രി വന്നുപോയി. ചൈനയുമായും പാകിസ്ഥാനുമായും യുദ്ധമുണ്ടായി. കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നില്ലെങ്കിൽ ജനാധിപത്യം ഏതു നിമിഷവും ഉടഞ്ഞു പോകാവുന്ന മൺപാത്രമെന്നോർമ്മിപ്പിച്ച് അടിയന്തരാവസ്ഥ വന്നു. ജനാധിപത്യം അതിനെയും അതിജീവിച്ചു. പൊഖ്രാനിൽ ബുദ്ധൻ 2 വട്ടം ചിരിച്ചു. 83 കപിലൻ ചെകുത്താന്മാർ ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യയിലെത്തിച്ചു. ഇന്ദിര കൊല്ലപ്പെട്ടു. രാജീവ് കൊല്ലപ്പെട്ടു. വർഗീയമായി പലയിടങ്ങളിൽ പലവട്ടം കലഹിച്ചു. ഒന്നിച്ചു സുനാമി വന്നു. തീരത്തൊരുപാട് മോഹങ്ങൾ കടലെടുത്തു. കാർഗിലിൽ കടന്നു കയറിയ പാകിസ്ഥാനെ തുരത്തി ഇന്ത്യ വിജയം ആഘോഷിച്ചു. പിന്നെയും പിന്നെയും പലതും. ചലിക്കുന്നുണ്ട് നമ്മുടെ രാജ്യം. വെല്ലുവിളികളെ വകഞ്ഞുമാറി മുന്നോട്ട് തന്നെ. പരിമിതികളുണ്ട്, വെല്ലുവിളികളുണ്ട്. വിഭജനത്തിന്റെ ശക്തികൾ ഇപ്പോഴും തക്കം പാർത്തിരിക്കുന്നു. എങ്കിലും മതേതര ഐക്യത്തിന്റെ പുതിയ കാറ്റ് വീശുമെന്ന ശുഭപ്രതീക്ഷയുമായി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ 2 വരികളുമായി നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾക്കായിതാ പുതിയ സൂര്യോദയം. ഉണരുക, പ്രവർത്തിക്കുക, മുന്നോട്ട് പോവുക, ജീവിതം സുന്ദരമാക്കുക, ആഹ്ലാദിക്കുക. ശുഭം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ